കൊല്ലം ജില്ലയിൽ മണൽ മാഫിയ സജീവം. കല്ലടയാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി മണൽ വിൽക്കുന്നു. രാത്രിയിലും വെളുപ്പിനെയുമാണ് ഈ വാരലും കടത്തലുമെല്ലാം നടക്കുന്നത്. പോലീസിനും റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് ഈ ദമ്പടി കൃത്യമായി കിട്ടുന്നത് കൊണ്ട് അവരാരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മണൽ വാരുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ പല തവണ പരാതി കൊടുത്തിട്ടും ആരും തിരിഞ്ഞു പോലും നോക്കാത്തത് ഈ ദമ്പടിയുടെ കനം കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. മണൽ കൊണ്ടുപോകുമ്പോൾ വണ്ടി നമ്പർ സഹിതം റവന്യൂവിലും പഞ്ചായത്തും പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചറിയിച്ചിട്ട് അവർ കെട്ട ഭാവം നടിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? അവർക്കൊന്ന് കേൾവിക്കുറവുണ്ടോ? ഒന്നുമില്ല. കിട്ടുന്ന കവറിന്റെ കനം അത്രയ്ക്ക് കൂടുതലാണ്. വാരിക്കൂട്ടുന്ന ലോഡ് കണക്കിന് മണൽ കയറ്റി പോകുന്നത് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും ജില്ലയ്ക്ക് വെളിയിലേക്കുമാണ്. ഇത് പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ സമ്മതിക്കുന്നു. ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം വൻതോതിൽ മണലും പൂഴിയും കല്ലടയാറിന്റെ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതാണ് മണൽ വാരൽ മാഫിയ സംഘങ്ങൾ കോരിക്കൊണ്ടു പോകുന്നത്. കൂടുതലും രാത്രി 12 മുതൽ പുലർച്ചെ 4-5 മണിവരെ ഉള്ള സമയങ്ങളിലാണ് ഈ വാരലും കടത്തും ഒക്കെ നടക്കുന്നത്. കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ പോലീസ് പെട്രോളിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തത് മണൽക്കടത്ത് സംഘങ്ങൾക്ക് കൂടുതൽ സഹായമാണ്. മണൽ മാഫിയയുടെ പ്രവർത്തനം കാരണം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവനും ഭീഷണിയാണ്. ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവർക്കെതിരെ വടിവാളുമായി നിൽക്കും. മണൽ വാരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും മണൽ മാഫിയയ്ക്ക് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെയും പോലീസിന്റെയും സഹായമുണ്ട്. അല്ലാതെ ഇവര് അഴിഞ്ഞാടില്ല. കല്ലടയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തുകളൊന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. മണൽക്കടത്തിന് പിറകിൽ വലിയൊരു മാഫിയ സംഘമാണ് പ്രവർത്തിക്കുന്നത്.